ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. ആ ആയത്തിൻ്റെ സന്ദർഭം പൊതുവെ വിശ്വാസികൾ പറയാറുണ്ട്, അത് യുദ്ധ സാഹചര്യത്തിലാണ് എന്ന്. എന്നാൽ ജബ്ബാർ മാഷ് അതിനെ നിഷേധിക്കുകയാണ്. 190-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. 191 അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങളവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. ഫിത്ന കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു. മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നത് വരെ. ഇനി അവർ നിങ്ങളോട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് കാഫറുകൾക്കുള്ള പ്രതിഫലം. ഇത് യുദ്ധ സന്ദർഭത്തിൽ അവതരിച്ചതാണ് എന്നാണ് ഈ വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വക്താക്കൾ വിശദീകരിക്കാറുള്ളത്. എൻ്റെ ജബ്ബാർ മാഷേ, ഒന്നും കൂടി നിങ്ങളത് വായിച്ചു നോക്കി, അപ്പോൾ മനസ്സിലാവും യുദ്ധ സന്ദർഭമുണ്ടോ ഇല്ലയോ എന്ന്. ഒന്നും കൂടി. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. അപ്പൊ യുദ്ധത്തിന്റെ സാഹചര്യത്തിലല്ല ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെന്നെ വായിച്ചിട്ട് പറയാ ഇത് യുദ്ധ സാഹചര്യത്തിലല്ല. എന്താ ജബ്ബാർ മാഷ ഈ പറയുന്നത്? പക്ഷേ സൂറത്ത് തൗബ മാത്രമല്ല, ഈ അധ്യായത്തിലെ ഇപ്പോൾ വായിച്ച വാക്യങ്ങളും ഒരു യുദ്ധക്കളത്തിലോ ഒരു യുദ്ധ സന്ദർഭത്തിലോ അവതരിച്ചതല്ല. മറിച്ച് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അതിന് തൻ്റെ കൂടെയുള്ളവരെ അഡ്വാൻസായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി മുഹമ്മദ് അവതരിപ്പിച്ച ഉഡായിപ്പുകളാണ് ഈ വാക്യങ്ങൾ. ജബ്ബാർ മാഷ് മനസ്സിലാക്കിയത് യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഇറങ്ങണം. അപ്പോഴേ യുദ്ധ സാഹചര്യത്തിൽ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ ജബ്ബാർ മാഷെ, നമ്മളതല്ല പറയുന്നത്. ഒരു യുദ്ധം ഉണ്ടായാൽ എന്നതാണ് നമ്മുടെ യുദ്ധ സാഹചര്യം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം എന്നതാണ് അവിടെ പറയുന്നത്. അതങ്ങനെ തന്നെയല്ലേ? ഇന്ത്യൻ ആർമി യുദ്ധ സാഹചര്യത്തിൽ അപ്പുറത്തുള്ള ശത്രുക്കളെ വെട്ടണം, അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യണം എന്ന് പറയുന്ന നിയമം ഇപ്പോൾ ജബ്ബാർ മാഷിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒന്നെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ ആ നിയമം ഇന്ത്യ എഴുതി വെക്കുന്നത് ഒരു യുദ്ധത്തിന് പോകാനുള്ള സമയത്താകണം. ഈ രണ്ട് സാഹചര്യവുമല്ലാത്തൊരു സമയത്താണ് ഈ നിയമം ഇന്ത്യ എഴുതി വെക്കുന്നതെങ്കിൽ അത് യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയതല്ല എന്നാരെങ്കിലും പറയുമോ? അപ്പോൾ യുദ്ധ സാഹചര്യം എന്നതുകൊണ്ട് എന്തേ അർത്ഥമുള്ളൂ? ഒരു യുദ്ധം ഉണ്ടായാൽ അതാണ് മുസ്ലിങ്ങൾ അർത്ഥം വെക്കുന്നത്. ഓക്കെ.